ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് പാടത്തെ മീൻ കിട്ടീന് കേട്ടോ. അപ്പോൾ പാടത്തെ മീനൊക്കെ നന്നാക്കാൻ ഒരു പ്രത്യേക രീതി ഉണ്ടല്ലേ, അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മീൻ നമുക്ക് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും അതിനൊക്കെ നന്നാക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാലേ ഒരു 1.5 മണിക്കൂർ വേണം. അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് രാവിലെ എടുക്കണത്. അപ്പോൾ കണ്ടത് ആദ്യമേ നമ്മളെ വെണ്ണീരുണ്ടല്ലോ, അതിലിട്ട് നല്ല പോലെ കല്ലുമ്മിട്ട് ഒരതണം, വെള്ളം നനയ്ക്കാതെ. എന്നാൽ പിന്നെ ഇതിൻ്റെ മേലുള്ള ആ സാധനങ്ങളുണ്ടല്ലോ അതത് പോകട്ടോ. വലിയ മീൻ നന്നാക്കാനാണ് സുഖം കേട്ടോ. ചെറിയ മീനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ചെറിയ മീനാണ്. വലുതിനേക്കാളും അതിൻ്റെ ഇരട്ടി രുചി ചെറിയ മീനിനാണ്. അപ്പോൾ കണ്ടോ, ഞാൻ കല്ലുമ്മിട്ട് ഒരയ്ക്കാണ് കേട്ടോ. പിന്നെ സൗണ്ടൊക്കെ ആകെ മാറണം, കാരണം നല്ല പനിയാണ്. അപ്പം എല്ലാവർക്കും പനി തന്നെ ആവില്ല, പനി സീസണാണ് തോന്നുന്നത്. പിന്നെ ഈ പാടത്ത് മീനൊക്കെ കിട്ടാനേ ഒരു പ്രത്യേക എന്താ പറയുക, പ്രത്യേക കാലമുണ്ടല്ലേ. അതായത് ഇങ്ങനത്തെ ഈ ഒരു കാലത്താണുള്ളത്, മഴക്കാലത്താണ് നമുക്ക് പാടം അല്ലെങ്കിൽ കണ്ടം പൂട്ടുക. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് ഇങ്ങനത്തെ മീനൊക്കെ കിട്ടൽ. ഇങ്ങനത്തൊക്കെ അധികം ആൾക്കാരും തിന്നലുണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നത്, കാരണം ഇവിടെ ഈ പരിസരത്തൊന്നും വല്ലാതെ തിന്നില്ല. ആണുങ്ങളൊക്കെ തിന്നും, പക്ഷെ പെണ്ണുങ്ങൾ കുറച്ച് ഇതൊക്കെ തിന്നാൻ അറപ്പുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ തിന്നും കേട്ടോ, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമല്ല, പക്ഷെ തിന്നും. ഞാനേ കല്ലുമ്മിട്ട് വരത്ത കേട്ടോ. ഈ പനി ഉണ്ടായിട്ട് ജലദോഷം പിടിച്ചിട്ട് വർത്താനൊന്നും കിട്ടണില്ല, ആകെ തൊണ്ട കടഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി. അപ്പം നീ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നാമത് നമ്മളെ ഫോണിൽ സ്പേസും ഇല്ല, വേറെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ എല്ലാവരും പാടം കണ്ടം പൂട്ടുമ്പോൾ മീൻ പിടിക്കാൻ പോകും കേട്ടോ. അങ്ങനെ മീൻ പിടിക്കാൻ പോയത് അന്ന് തന്നെയാണ്. ജിത്തറിനവരെ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ചെറുതൊക്കെ വലിച്ചെറിയേണ്ടി വന്നു. ഇതൊക്കെ കിട്ടാത്ത അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കാണുമ്പോൾ പറയണം എന്തിനാണ് കളഞ്ഞത് പറയുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചെറിയ മീനൊക്കെ ചീഞ്ഞമാരിക്കാരനെ പോലെ ഇന്നലെ കിട്ടിയതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. എനിക്ക് ഈ ചെറിയ മീനൊക്കെ ചീഞ്ഞമാരിക്കും തോന്നുക. അപ്പോൾ ഞാനത് കളഞ്ഞിട്ട്, പക്ഷേ ഈ മീനിൻ്റെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടോ, വലിയ മീനൊക്കെ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ട് തലൊക്കെ ശരിക്കും തലേൻ്റെ ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് തല എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് വയ്യ, ഇതുപോലെ പനിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടുള്ള ഈ പണിയാണിത്. ഈ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. പക്ഷെ അത്ര തന്നെ ടേസ്റ്റും ഉണ്ട് ഇതിന്. പുറത്തുനിന്ന് വാങ്ങണേ അത് നമ്മൾ സാധാ കിട്ടുന്ന മീനും ഇറച്ചുന്നതിന് മുന്നിൽ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ തിന്നും. എനിക്ക് ഏറ്റവും ഇഷ്ടം തവളേൻ്റെ ഇറച്ചിയൊക്കെ, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അയ്യേന്ന് പറയും, തവളേൻ്റെ ഇറച്ചി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നല്ല ടേസ്റ്റാണ് അല്ലേ. അതേപോലെ ഞൗഞ്ഞി ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാനിപ്പോൾ കറി വെക്കാൻ പോകില്ല. അതെല്ലാം മുളക് കൂട്ടികൾ വറ്റിച്ച് അടിപൊളിയോ. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചവർക്കൊന്നും വലിയ ഇഷ്ടമല്ല. ഇവർക്കെന്ന് പറഞ്ഞാൽ ചേച്ചിയൊന്നും തിന്നൂല, ജിത്തോരനെ അങ്ങനെ പൊരിക്കണം. അപ്പം പൊരിച്ച് വെച്ചാൽ എല്ലാവരും തിന്നും ചെയ്യും, അന്നേരം തീർക്കും വേണ്ട, 2-3 ദിവസം എടുത്ത് തിന്നുള്ളൂ. അപ്പോൾ നല്ല ക്ലീനാക്കി വരട്ടെ. ഞാൻ ചാരട്ടോ അമർത്തിയാൽ നമുക്ക് കത്തിയോട് നല്ല പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള സാധനങ്ങളൊക്കെ കളയണം. ഇത് ഏതുതരം മീനാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാൽ എനിക്ക് പാടത്തെ മീനിൻ്റെ പേരുകളൊന്നും അറിയില്ല. നന്നാക്കുമ്പോഴേ മേൽക്ക് നല്ലോണം തെറിക്കും ഈ സാധനം. അതിനിടയ്ക്ക് സായും ശ്രീയൊക്കെ വരുന്നുണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മീനൊന്നും പറഞ്ഞ് സഹായിപ്പിക്കാൻ പറ്റൂല, കാരണം കൈ തൊട്ട അത്രയും മണ്ണാണ് ഇതിന്. ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഇരുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഇത് തൊട്ടാലേ പിന്നെയും കുളിക്കണം. ഇതിനങ്ങനെ വേസ്റ്റുകളൊന്നും അധികമില്ല കേട്ടോ. വേസ്റ്റ് വളരെ കുറവാണ്. ഞാൻ പിന്നെ എന്താ പറയുക, 2-3 പൂച്ചകളുണ്ട് പിന്നാലുണ്ട്. അപ്പോൾ ഈ തലൊക്കെ വെട്ടിയത് അപ്പം തന്നെ കൊടുക്കും. എന്നാൽ പിന്നെ ഒന്നായിട്ട് ചിന്ത കാത്തിക്കണമല്ലോ. ഓരോ ക്ഷമ എന്തിനാ നമ്മൾ വെറുതെ പരീക്ഷിക്കണേ. ഒരു മാന്തിട്ടിയാൽ പിന്നെ സൂചിയൊക്കെ നടക്കേണ്ടി വരും. ഈ നാട്ടിൻപുറത്ത് വീടായാലും ഇങ്ങനെ കുറേ ഉപകാരം കേട്ടോ. നമ്മൾ ടൗണിലൊക്കെ അല്ലേ, പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ സാധനമൊന്നും വല്ലാതെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ പൊന്നും വില കൊടുക്കേണ്ടി വരും അല്ലേ. ഈ
പൊന്നും വില കൊടുത്ത് കിട്ടിയാലോ വീട്ടിലേക്ക് ഉണ്ടാക്കാനും ചെയ്യാനും അറിയുക അല്ലെങ്കിൽ മടി തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞിൻ്റെ കാര്യം. അപ്പോൾ കണ്ടോ ഒക്കെ കഴുകി വൃത്തിയാക്കി ഇനി കഷ്ണം മുറിക്കണം കേട്ടോ. കഷ്ണം മുറിച്ചിട്ട് ഞാൻ നല്ല പൊരിക്കുകയാണ്. ഞാൻ ഈ വീടിൻ്റെ കുറേ ദൂരെ കുറച്ച് പോകുന്നതാട്ടോ, പറമ്പിക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഈ പൂച്ചയും കാക്കയും ആകെ ഇതാക്കിയിട്ട് എല്ലാ വെള്ളത്തിലും തലയിടും. ഞങ്ങൾക്ക് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ നിർബന്ധം. മീൻ ഇറച്ചൊക്കെ നന്നാക്കുമ്പോൾ തുണികളൊക്കെ തോരത്തില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വെക്കരുത്. അതേപോലെ തന്നെ വെള്ളം അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കരുത്. കാരണം എങ്ങനെ കാക്ക വന്നിട്ട് ഇരിക്കും, വെറുതെ ഇതിനൊക്കെ വേസ്റ്റ് ആക്കുന്നതിട്ടെ ഞാൻ അതിൻ്റെ അടുത്ത് കുറേ ദൂരം മാറിയിട്ട് നിന്നുണ്ട്. പിന്നെ ഭയങ്കര ഉറപ്പാട്ട് മീന് മുക്കി പനിച്ചിട്ടിൻ്റെ കയ്യിന് ബെല്ലായിട്ടാണ് ആവും. പിന്നെ ഞാൻ കാണാം നല്ലപോലെ ഉപ്പിട്ടതിന് ഉളുമ്പത് കളയാട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, മീനും ഓൾറെഡി നല്ല വൃത്തിയാക്കിന്, പക്ഷേ അതിൻ്റെ പുറത്ത് ഒരു തരം കൊഴുപ്പ് പോലെ ഉണ്ടാവും. അത് ഈ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ പുളിയിട്ടിട്ടോ പുളിയില്ല സാധാ നമ്മളെ വാളം പുളിട്ടോ അതിട്ട് നല്ല പോലെ ഇങ്ങനെ ഒലുമ്പിക്കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ കണ്ടോ ഞാൻ ഉപ്പിടാൻ മുന്നേ ഭയങ്കര മിനിസ് ചെയ്തിട്ട് അപ്പോൾ കണ്ടോ നല്ല ഒരയായിട്ടുണ്ട് അതിൻ്റെ പുറം. അപ്പോൾ അത് ഒന്നും കൂടി നല്ല അടിപൊളിയായി ക്ലീനായി വെളുത്ത് വന്നില്ലേ. നമുക്ക് തിന്നാനും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും അല്ലേ. നമുക്ക് അങ്ങനെയല്ലേ ഒരു സാധനം കഴിക്കുമ്പോൾ നല്ല സംതൃപ്തിയോടെ കഴിച്ചില്ലെങ്കിൽ മനം പുരട്ടും. അവയ്ക്ക് ഇത് അടങ്ങുന്ന മീനെ കിട്ടുമ്പോൾ അതിൻ്റേതായുള്ള വൃത്തിയിൽ ചെയ്യണം. അപ്പോൾ കണ്ടോ മീൻ ക്ലീനായി. ചിലർക്കും ഇത് കണ്ടാൽ ചിലപ്പോൾ അറപ്പാവും. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലർക്കൊക്കെ മീൻ അങ്ങനെ ഈ പാർത്ത മീനോ പുഴത്തെ മീനോ കണ്ടാൽ അറപ്പാവും. അറപ്പാവുന്നത് അതൊക്കെ നല്ല സാധനങ്ങളല്ലേ, ഒരു കെമിക്കലില്ലാത്ത എന്താ പറയുക അടിപൊളി സാധനങ്ങളാണ്. കാരണം ഞാൻ മസാല പൊറ്റിട്ട് എങ്ങനെ കാണിച്ചു തരാം. ആദ്യം ഉപ്പിട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഞാൻ ഗരം മസാല ഞാൻ ഇടില്ല, പക്ഷേ എനിക്ക് തോന്നി കുറച്ച് വേണ്ടി വരും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല, പിന്നെ ഒരടപ്പ് വിനീഗർ ഒഴിച്ചത് കേട്ടോ. നന്നാക്കി തിരുമ്മി അതിമ തേച്ച് പിടിപ്പിച്ചു. പിന്നെ എന്താ പറയുക, തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ നമുക്ക് ചെയ്യണം. എന്താ വെച്ചാൽ ടൈമില്ല, കുട്ടികൾ എല്ലാവർക്കും പനിയാണ്. അപ്പോൾ ഓരൊക്കെ കരുണയ്ക്ക് മുന്നേ നമ്മളെ പണി തീർക്കണം. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിക്കട്ടെ ഞാനത്. ഞങ്ങൾക്ക് പിന്നെ മുളക് പൊടി എരിവ് കുറച്ച് മതി, കുട്ടികൾ തിന്നല്ലേ. അപ്പോൾ കുട്ടികളെ കാര്യമാണ് ഇപ്പോൾ മുന്നേ നോക്കൽ. ഇങ്ങനെ വാതോരാ സംസാരിക്കാൻ കഴിയില്ല അല്ലേ, പനിച്ചിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടിട്ടോ കളറിന് വേണ്ടിയിട്ട്. പിന്നെ വായിൽ വെറുതെ നാമം വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കമ്മി തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടൊന്ന് ലെവലാക്കി. ഒരിക്കലും മീനിന് ഉപ്പ് അധികം പറഞ്ഞാൽ ഒരു പൊടിക്ക് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ആ മീൻ ഒരു ഉപ്പും മുളകും പിടിക്കാത്ത പോലെയാവും. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇപ്പം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ചേരൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയാവും, പക്ഷെ വെക്കാൻ നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് നേരെ ഇത് തിരിച്ചു മറിച്ചിട്ട് വേവിക്കാമല്ലോ കേട്ടോ ഞാൻ ചെയ്യുന്നത്. നേരെ അടുപ്പത്ത് വെച്ചിട്ട് ഇരുമ്പ് ചട്ടിൽ വെളിച്ചെണ്ണ വെച്ച് അതിൽ മുക്കി പൊരിച്ചെടുക്കട്ടെ. അതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. പക്ഷെ മീനൊരിക്കലും അങ്ങനെ ചെയ്യത്തിട്ടോ, കാരണം എന്താ പറയുക, മുരിഞ്ഞ് കിട്ടാൻ കുറേ സമയം പിടിച്ചു. ഇരട്ടിപ്പണിയില്ലേ അതപ്പം ഉണ്ടായത്. വളഞ്ഞു കുടിക്കാന്ന് കേട്ടിട്ടില്ലേ, അതിപ്പോൾ ഈ കാര്യത്തിൽ സംഭവിച്ചു. ഈ സമയത്ത് തിരിച്ചു മറിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എന്ത് ഞാൻ കാണിച്ചറിയോ, പിന്നെ എനിക്ക് ഫോൺ ഇതൊക്കെ ഞാൻ സ്വയം എടുത്തുകൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാൻ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ചട്ടി ഇറക്കി വെച്ചിട്ട് ചെറിയ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഈ തന്നെ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് അവസാനം വേവിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ആണല്ലേ, ഇത് കണ്ടിട്ട് ചിക്കൻ പൊരിച്ച പോലെ ഉണ്ടായിരുന്നു, മീൻ്റെ ഒരു പോലെ ഉണ്ടായിരുന്നില്ല. നല്ല രുചിയായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. കണ്ടില്ലേ, ഞാൻ ഉള്ളിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നല്ല ടേസ്റ്റ്. ഒന്നാമത് ഈ മീനിനെ കുറച്ച് സോഫ്റ്റ് എന്താ പറയുക അധികമാവും, ഒരു ബലം ഉണ്ടാവില്ല മീനിനൊന്നും. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.